മീൻ കറി. Oh my God. വെളുപ്പിനെ ഉറങ്ങിയില്ലേ? വെട്ടേക്ക് 2 ഷർട്ട് എടുത്ത് സെറ്റാക്കാന്ന് വിചാരിച്ച്. നമ്മൾ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങൾ ഇഷ്ടം പോലൊക്കെ ആയി, ഇഷ്ടം പോലെ കിളിയായി. ലവ് ബേർഡ്സിന്റെ ഈ കിളിനാദം കേൾക്കാനാണ് നമ്മൾ കൊതിക്കുന്നത്. അമ്മ പിന്നെന്തുണ്ട് വിശേഷം? അങ്ങനെ സുപ്രഭാതം ഗൈസ്, ഗുഡ് മോർണിംഗ്. രാവിലെ ഒരു ചായയൊക്കെ കുടിച്ച് നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ ആരംഭിക്കുകയാണ്. കട്ടൻ ചായ. കുഞ്ഞുമണി രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്. രാവിലെ അല്ല, 10 മണിയായി. ഞങ്ങളിന്ന് രാത്രി കിടന്നപ്പോൾ 2 മണിയായി. ഇപ്പം നൈസായിട്ട് ഇപ്പോൾ 10 മണിയായി. നൈസായിട്ട് 10 മണിയെന്നല്ല, 10 മണിയായി. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ്. ജെഞ്ചു കാണുന്നേ എന്തോ കാര്യമായിട്ട് ചിന്തിക്കും കേട്ടോ. മുമ്മി കാണുവാണ്. എത്ര മീമിയുണ്ട്? 6 മീന്. ഓ, സക്കറുണ്ടോ? സക്കർ ആ കല്ലിപ്പന്നെ ജെഞ്ചു ഹായ് 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 പറ. ഹായ് പറ. വെൽക്കം ടു ഹൈപ്പൻസ് വ്ളോഗ്. നമ്മുടെ പേരയൊക്കെ ഇത്രയായി കേട്ടോ. പേരയൊക്കെ മമ്മി എടുത്ത് വെട്ടാൻ പറഞ്ഞ് മമ്മി കേൾക്കത്തില്ല. മമ്മി എടുത്ത് കഴിഞ്ഞ പ്രാവശ്യം അത് വെട്ടിക്കള മമ്മി. വെട്ട മീൻസ് അങ്ങനെ കയറി അങ്ങ് പോവല്ലേ. ഇവിടെ ചെറിയൊരു സാധനമൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ ഭയങ്കര ഒരു ഗ്രീനറി ആയി. നമ്മുടെ കിളിക്കുഞ്ഞുങ്ങൾ താണ്ടെ. ഹലോ, രാത്രി വന്നപ്പം കണ്ടില്ലയോ? ഉറങ്ങുമായിരുന്നോ? ഓഹോ, നമ്മൾ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങൾ ഇഷ്ടം പോലൊക്കെ ആയി, ഇഷ്ടം പോലെ കിളിയായി. ലവ് ബേർഡ്സിന്റെ ഈ കിളിനാദം കേൾക്കാനാണ് നമ്മൾ കൊതിക്കുന്നത്. അമ്മ പിന്നെന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കും, സന്തോഷം, ഹാപ്പിയാ. കുഞ്ഞുമണിയെ കണ്ട ഭയങ്കര സന്തോഷമായി. അമ്മ ഒരുപാട് പേര് തിരക്കി. എല്ലാവർക്കും ഹായ്. വരുന്ന വഴിക്കൊക്കെ ഒരുപാട് പേര് തിരക്കിയായിരുന്നു. എല്ലാവർക്കും ഹായ്. ഹായ് പറ. ഹായ് പറ. ഹായ് പറ കൂട്ടാ. ശുങ്കുവിന്റെ താഴോട്ട് പോകുന്ന മാവ്. ശുങ്കു ഇത് വെച്ചപ്പോൾ ശുങ്കു ഈ മാവ് ശുങ്കു വെച്ചത്. അപ്പോൾ ശുങ്കു അങ്ങനെ പറഞ്ഞോണ്ടാണ് വെച്ചത്, ഈ മാവ് താഴോട്ട് പോട്ടെ എന്ന്. പക്ഷെ താഴോട്ടല്ല പോയി മേളോട്ട് വന്നിട്ടുണ്ട്. അത് നല്ല മാങ്ങയൊക്കെ പിടിച്ച് സെറ്റായിരുന്നു. ഇതിനിവിടെ ഒരു ചെടി ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം. അതെല്ലാം വെട്ടിക്കളഞ്ഞു. അത് ഭയങ്കരമായിട്ട് കാട് കയറുമായിരുന്നു. ഫുൾ ഗ്രീനറി ആയി. മമ്മിയുടെ ചെടിത്തോട്ടമാണ് ഇതൊക്കെ. എന്തോ മോളെ എന്തോ ഇത്? ക്യാമറ ഉണ്ടെങ്കിൽ പിന്നെ അനങ്ങത്തില്ല. ഇതെന്തോ ഇത് കുഞ്ഞോനി? അവള് നീ പൂ പിച്ചാൻ നോക്കുക. അമ്മച്ചിയുടെ പൂവൊന്നും പഠിക്കില്ല കേട്ടോ. അമ്മച്ചി കുഞ്ഞുമണിയെ പോലെ നോക്കുന്ന ചെടിയാത്. ഇത് നമ്മുടെ കറിവേപ്പില. ഒന്നുകൂടെ അപ്പുറത്തല്ലേ. കപ്പയല്ല, പപ്പായ, കപ്പളങ്ങ. പലയിടത്തും പല രീതിയിൽ പറയും. ഉറക്കക്ഷീണം മാറിയിട്ടില്ല. കാരണം 2 ദിവസം ഓട്ടമായിരുന്നു. ഓട്ടം. അജു ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. അജു ഇത് ഇപ്പോൾ എഴുന്നേറ്റ് വരും. എന്നിട്ട് വേണം ഞങ്ങളിന്ന് എറണാകുളത്തോട്ട് പോകും. വൈകുന്നേരം. രാവിലെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കിളിനാദം കേൾക്കുമ്പോൾ ഭയങ്കര രസം കേട്ടോ. രാവിലെ ഇവിടെ ചായ. ഇതെന്തോ ചോറ്. ഇതെന്തോ? ചിക്കൻ സ്റ്റൂ. പിന്നെന്തോ? പിന്നെ അപ്പം. അപ്പം ചളുങ്ങിപ്പോയെന്ന്. അടുത്തെന്തോ? കപ്പ വേവിച്ചത്. ഓ മൈ ഗോഡ്.
പാവയ്ക്ക തോരൻ, അമ്മ എത്ര മണിക്ക് എഴുന്നേറ്റ്? മോര് കാച്ചി, മീൻ കറി. ഓ മൈ ഗോഡ്, വെളുപ്പിനെ ഉറങ്ങിയില്ലെന്നല്ലേ? കുഞ്ഞുമണി ഒരക്കം വെച്ചപ്പോ ഉറങ്ങിയില്ല. ഞങ്ങള് 2:10 കിടന്നത്. നമ്മുടെ കപ്പയ്ക്കൊക്കെ കണ്ടിക്കണം. കപ്പയ്ക്ക, ചക്ക എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്ക. അതിന്റെയൊക്കെ പ്രത്യേക റീൽ എടുക്കണം ഇനി. എന്നിട്ട് എല്ലാ പുറത്തുള്ള ആൾക്കാരെയൊക്കെ കൊതിപ്പിക്കണം. രാവിലെ ആൻസൺ ജി വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. അല്ലേ, 5 സ്കറിയ രാവിലെ എഴുന്നേറ്റിപ്പുണ്ട്. ഉറക്കപ്പിച്ചാണ്. സമയമായില്ലത്. ഇവിടെ സൂര്യൻ അത്രയ്ക്ക് കൃത്യമായിട്ട് ഉദിച്ചില്ലെന്ന്. 3 മണിയല്ല, 2 മണിയായി. 2 മണിക്ക് ഇവിടെ നിന്ന് വർത്താനം പറഞ്ഞോണ്ടിരിക്കുക. 2:10 2 മണിക്ക് ഞാൻ മമ്മീന്റെ അടുത്ത് ടൈം പറഞ്ഞായിരുന്നു. അന്ന് എന്നിട്ട് എന്തോരം കഴിഞ്ഞിട്ട് നമ്മൾ നടന്നേ. കുഞ്ഞിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു. കുഞ്ഞോട് കൈ കഴുകാൻ പോയി. പറഞ്ഞിട്ട് കൈയൊക്കെ കഴുകി വന്നതാണ് കേട്ടോ. രാവിലെ അപ്പവും സ്റ്റൂവും. ഓ കൈ കഴുകുന്നു. ഓ വെരി ഗുഡ്. നമ്മുടെ മറ്റേ ബ്രെഡും സ്റ്റൂവും ഉള്ള വീഡിയോ ഭയങ്കരമായിട്ട് ആൾക്കാർ കണ്ടായിരുന്നു കേട്ടോ. രാവിലെ പ്രഭാത ഭക്ഷണം അപ്പവും സ്റ്റൂവും, ചിക്കൻ സ്റ്റൂ. ഈ വീട്ടില് പിന്നെ ഡൈനിങ് ടേബിൾ അധികം ഒരിക്കൽ പോലും ഡൈനിങ് ടേബിൾ ഇവിടെ ആരും കഴിക്കാറില്ല. ഇതല്ലേ ഒരു സന്തോഷം. കിളിനാഥൊക്കെ നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. എന്ത് രസാ ഒറ്റകളുടെ കരച്ചില് കേൾക്കാന്ന്. പ്രകൃതി രമണീയമായ സ്ഥലത്തിരുന്ന്. കുഞ്ഞോണി ഒരു ഹായ് പറഞ്ഞേ. കുഞ്ഞോണി എന്ത് അന്തിച്ച് നോക്കിയിട്ടിരിക്കും. ഇത് എന്താ സംഭവം? അപ്പൊ രാവിലെ ഒരാള് കൈകെട്ടി നിന്ന് കാര്യങ്ങൾ കേൾക്കുക കേട്ടോ പറയുന്നത്. നാട്ടുവർത്താനം പറയുന്നത് കേൾക്കുക. ഹലോ, ഇഷ്ടം പോലെ പട്ടിയും പൂച്ചയും എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. കൈപ്പൻസ് നമ്മുടെ വീട്. ഇപ്പം 5 വർഷമായി അല്ലേ? 5 വർഷം ആയില്ല, 5 വർഷം ആവുന്നു. ഇനി 2 പാടം വേണമെന്ന്. 40 വയസ്സിനുള്ള 4 പിള്ളേരെ വേണമെന്ന് ഞാൻ പറഞ്ഞു. വേണ്ടാന്ന് കേട്ടിട്ടുണ്ടായി. 5ന്റെ വണ്ണത്തിനാണ് ഇവര് പറയുന്നത് കേട്ടോ. 5ന് വണ്ണം എവിടെ? വണ്ണമൊന്നുമില്ല. നാട്ടിൽ നിന്ന് വന്നപ്പോൾ മറ്റേ ഇച്ചിരി മുഖം ഇച്ചിരി ഇതായതുകൊണ്ട് ഉറക്കത്തിൻ്റെ അത്. അത് ഇന്നലെ ഉറങ്ങാനൊക്കെ എന്നെ കണ്ടില്ലെങ്കിൽ എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇതില്ല. എൻ്റെ അടുത്ത് അടുക്കള വന്ന് ഞാൻ എടുത്ത് ഇനി വന്നപ്പോ ഡാടാ. പക്ഷെ എൻ്റെ അടുത്ത് അമ്മച്ചി അവള് മറന്നില്ല. അമ്മച്ചി മറന്നില്ല. ഇത് പിന്നെ കൊണ്ടാടി അങ്ങനെ ഒരു ബോൾ കളിക്കും. എന്നെ ബോൾ അല്ലേ ഞങ്ങള് അഞ്ജുവിനെ കൊണ്ട് എല്ലാരെയും കാലു പിടിപ്പിച്ച് രാവിലെ റീൽ ഷൂട്ട് ചെയ്ത് ചുമ്മാ ഇവിടെ ഇരുന്നപ്പോ ഒരു ഐഡിയ തോന്നിയ. പണ്ടത്തെ ട്രെൻഡായിരുന്നു. കുഞ്ഞോണി അവിടെ ബോൾ കളിക്കുമായിരുന്നു. കുഞ്ഞോണേ അപ്പൊ ഞങ്ങള് അഞ്ജുവിന്റെ അവിടെ നടക്കാത്തൊരു സ്വപ്നം ഇവിടെ നടക്കാൻ പോവാണ്. അവിടെ നമുക്ക് സമയം കിട്ടിയില്ല. അപ്പൊ ഇവിടെ വന്നിട്ട് മുടിയൊക്കെ ഒന്ന് വെട്ടാൻ പോവാന്ന് വിചാരിച്ചു. കുഞ്ഞുമണിയും അമ്മയും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. എന്തോ എടുത്ത് എബി നഖം വെട്ടിയേക്കുന്നത് മൂർച്ചയില്ലെന്ന് ഞാൻ പറഞ്ഞു. നിന്റെ നഖമാണ് ഏറ്റവും കുഞ്ഞുമണിയുടെ. കുഞ്ഞുമണി ടാറ്റാ. അവള് കഴിപ്പിന്റെ തിരക്കിലാണ്. അപ്പൊ ഞങ്ങള് പോയിട്ട് വരാം. ഞങ്ങളിവിടെ വന്ന് നമ്മുടെ പുന്നാര പെങ്ങളെ കാണാതിരിക്കുകയാണ്. മാനേജർ കം എല്ലാം സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ്. കഴിക്കാൻ പോയാൽ ഇറങ്ങി അഞ്ജുന്റെ മുടി വെട്ടി തുമ്പ് വെട്ടി വാല് വെട്ടി. ഞങ്ങള് ഇവിടെ
ഷർട്ട് എടുക്കാൻ വന്നതാണ്. 2-3 ഷർട്ട് എടുത്ത് സെറ്റാക്കാന്ന് വിചാരിച്ച്. ആൻസൻ പോയി റെഡി ആവട്ട് വരുമ്പോൾ ഞങ്ങൾ എറണാകുളത്തോട്ട് പോവാണ്. മമ്മി നാട്ടിരിക്കുന്നത്. എന്തൊരു പോക്കാ കൊച്ചിനെ കേട്ട് പോയേക്കുന്നു. കൊച്ചെന്നെ ഇണങ്ങും. ഇന്ന് തന്നേക്കാണല്ലേ പറഞ്ഞത്. അവിടെ ഷർട്ട് മേടിക്കാൻ പോയിട്ട് 2 മണിക്കൂർ ഒരു ഷർട്ട് സെലക്ട് ചെയ്യാൻ. എന്നിട്ട് കിട്ടിയില്ലേ? ഞാൻ കണ്ടുപോലും. ഞാൻ കുഞ്ഞുമിക്ക് ഡ്രസ് എടുക്കാൻ മേലെ പോയി ഇന്നേരം. വേറെ എടുത്തില്ല. അവക്ക് തുണിയൊന്നുമില്ല, നമുക്ക് തുണി ഇഷ്ടംപോലെ. അത് പറഞ്ഞില്ല, നമ്മുടെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. അവളുടെ അവിടെ തയ്ക്കാൻ വെച്ചേക്കുന്നേ ഉള്ളൂ. നല്ല കപ്പയും മീൻകറിയും പാവയ്ക്കാത്തോരനും മോരും. വാവ്. ഞങ്ങൾ നേരെ തിരിച്ചല്ല എറണാകുളത്തോട്ട് പോവാണ്. എറണാകുളത്ത് ആൻസനെ പ്രതീക്ഷിച്ച് ഞങ്ങൾ 4 മണി തൊട്ട് ഇവിടെ കാത്തിരിക്കുകയാണ്. അത് ഫ്രണ്ടില് അത് ഞാൻ ഫ്രണ്ടിൽ വെച്ചായി. ഓൾ സെറ്റാണ്. കുഞ്ഞോനി ഞങ്ങൾ പോകുന്ന വഴി ചായ കുടിക്കാൻ ഇറങ്ങിയ. കുഞ്ഞോനി എവിടെ പോവാ നമ്മള്? എന്നാകത്ത് പോവാണോ? കുഞ്ഞുമണിക്ക് മടക്ക് കൊടുക്കുന്നു. മടക്ക് ഇത് ബോളിയല്ലേ മീ? വെട്ടേക്ക് അത്രയും വളർന്നിട്ടില്ലെന്ന് പതിവ് കൊടുത്തായത്. ഞങ്ങള് നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 8:30 നമ്മുടെ എത്ര സമയം കൂടെ? ഇനി ഒരു 1.5 മണിക്കൂർ കൂടെ. ഏറ്റുമാനൂരൊക്കെ കഴിഞ്ഞു. ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാൻ കയറിയാണ്. സമയം ഏകദേശം 10:30. സമയത്ത് 10:15. മമ്മിക്ക് തുമ്മൽ പിടിച്ചു. പനിയുടെ ലക്ഷണമെന്ന് തോന്നുന്നു. കുഞ്ഞോണി നായിരിക്കുന്നു. കുഞ്ഞോണി ഇവിടെ വന്നിട്ട് കോലഞ്ചേരി വന്നിട്ട് ജല്ലിക്കെട്ട് മന്തി കൊള്ളാം. ജല്ലിക്കെട്ട് മന്തി. ഇതെന്തോ മന്തിയുടെ തന്നെ ഇതാണോ? ആ, ജസ്റ്റ് ചിക്കൻ കാല്. ഇത് ഫുള്ള്. റോഡില് ഇതാരാന്ന് അന്തിച്ച് നോക്കുക. അന്തിച്ച് നോക്കുക ഇതാരാന്ന്. അപ്പൊ എന്തുണ്ട്? അമ്മാപ്പെടുത്തോ എടുത്തേടി. ഒരു ചെറിയൊരു അന്തരിപ്പുണ്ട്.